അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാൻ അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് കടന്നല്ലോ. ഇന്ന് നമ്മൾ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്താൽ അതിന് വലിയ പുണ്യമുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇഅ്തികാഫുമായി ബന്ധപ്പെടുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദി. സൂറത്തുൽ ബഖറയിലെ 187 പേജിലാണ് ഇതായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നത്. 87 ആയത്തിൽ, അതായത് നിങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ, ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അവരുമായി, സ്ത്രീകളുമായി സംസർഗം പാടില്ല എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. ഇവിടെ രണ്ട് കാര്യമാണ് ഇവിടെ വന്നത്. ഒന്ന്, പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. രണ്ടാമത്തേത്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് എന്നും വന്നു. അതിലൊന്ന് സ്ത്രീ പുരുഷ സമ്പർക്കം പാടില്ലാത്തതാണ്. ഇനി ഇഅ്തികാഫ് ഇരിക്കുന്നത് ഏത് പള്ളിയിലാണ്? ഏത് പള്ളിയിലും ഇഅ്തികാഫ് ഇരിക്കാം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള നമസ്കാര സ്ഥലമല്ല, വീട്ടിലുള്ള പള്ളി. നമ്മൾ നിസ്കാര റൂമിന് നമ്മൾ പള്ളി എന്നൊക്കെ പറയെങ്കിലും അത് ഒരു ആലങ്കാരികമായ വാക്കാണ്, അല്ലാതെ അത് പള്ളിയല്ല. അവിടെ കയറുമ്പോൾ തഹിയ്യത്ത് നിസ്കാരമില്ല. രാത്രി അവിടെ ഭാര്യാഭർത്താക്കന്മാർക്ക് അതിനുള്ളിൽ കിടന്നുറങ്ങാം. മാത്രമല്ല പള്ളിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജുഇലത്ത് ലിയൽ അർളു മസ്ജിദ, ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാക്കി തന്നു എന്ന് പറയുന്നതിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രമായി ഒരു നിസ്കാര സ്ഥലം നിശ്ചയിച്ചതിന് നമ്മൾ പള്ളി എന്ന് പറയുന്നേ ഉള്ളൂ. അവിടെ ഇഅ്തികാഫോ തഹിയ്യത്ത് നിസ്കാരമോ ഒന്നുമില്ല. അവിടെ ഇഅ്തികാഫ് ഇരുന്നാൽ അത് പൂർത്തിയാവുകയുമില്ല. അതാണ് അതിലെ ഒന്നാമത്തെ നിയമം. അപ്പം ജുമുഅ നടക്കുന്ന പള്ളിയിൽ വേണം എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നിയമം. ഇതിന് കാരണം, ജുമുഅ നടക്കുന്ന പള്ളി ഒരു പ്രദേശത്ത് ഇല്ലാതെ പോയാൽ, അവിടെ നമസ്കാരപ്പള്ളിയേ ഉള്ളൂ എങ്കിൽ അവിടെ ഇരിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമ്മുടെ നാട്ടിൽ ഏതായാലും അങ്ങനെ ഒരു അവസ്ഥയില്ല. ജുമുഅ നടക്കുന്ന പള്ളികളിലാണ് അത് ചെയ്യേണ്ടത്, ഇരിക്കേണ്ടത് എന്ന് വന്നു. ഇവിടെ ഇനി ഇഅ്തികാഫ് ഇരിക്കുന്നത് ആരൊക്കെയാണ്? ഇവിടെ നേരത്തെ നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഇവിടെയില്ല. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനത്തിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ വഫാത്താക്കുന്നത് വരെ, റസൂലുള്ള വഫാത്താകുന്നത് വരെ. തുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പ്രവാചകൻ്റെ കാലശേഷം പള്ളിയിൽ ഇഅ്തികാഫ് നിർവഹിച്ചിരുന്നു എന്നർത്ഥം. അപ്പോൾ പള്ളിയിലേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇതിൽ ആണും പെണ്ണും വ്യത്യാസമില്ല എന്നും പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇമാം നവവി പറയുന്നൊരു കാര്യം, ഇന്നഹു ലാ യസ്ഹു ഇഅ്തികാഫു ഇംറഅത്തിൻ ഫി മസ്ജിദി ബൈത്തിഹ. ഒരു പെണ്ണിന് അവളുടെ വീട്ടിൽ ഉള്ള പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ അത് ശരിയാവുകയില്ല. അപ്പോൾ ഇവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആണ് ഇനി പറയേണ്ടത്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ ഭാര്യമാർ പള്ളിക്കകത്ത് ഇഅ്തികാഫ് ഇരുന്നത് മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. അവർ പ്രത്യേകമായി ഖൈമ കെട്ടി പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏകദേശം പ്രവാചകൻ ഇഅ്തികാഫ് ഇരിക്കാൻ കയറുന്ന സമയം മുതൽ തന്നെയായിരുന്നു അവരും മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. സ്ത്രീകൾക്ക് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ജമാഅത്തുകളിൽ പുരുഷന്മാരുടെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, അവിടെ ആരാണോ ഇമാമ് നിൽക്കുന്ന അവരുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കലും ഈ ഇഅ്തികാഫിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലാതെ ജമാഅത്തിൻ്റെ സമയമാകുമ്പോൾ, നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നബിൻ്റെ പത്നിമാരെല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തു പോയി വീട്ടിൽ പോയി നിസ്കരിച്ചു വരിക എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞ്
ഈ ഈ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് ആട്ടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും നബിയെ തുടർന്ന് നബിയുടെ ഭാര്യമാരല്ലാത്ത സഹാബ വനിതകളും നബിയെ തുടർന്ന് പള്ളിയിൽ വെച്ച് ജമാഅത്തിൻ്റെ നമസ്കാരത്തിൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പിന്നീട് പറയാം. ഇനി പറയാനുള്ളത് ഇഅ്തികാഫ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് എങ്ങനെയാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്? പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നു, അള്ളാഹുവിനെ ആരാധിച്ചും അവനോട് പ്രാർത്ഥിച്ചും ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവുമായി പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നു എന്ന നിയ്യത്തോടുകൂടെ ഒരാൾക്ക് ഏതു സമയവും എത്ര സമയവും പള്ളിയിൽ ഇരിക്കാം, പള്ളിയിൽ കഴിഞ്ഞുകൂടാം. ഉദാഹരണമായി, ഒരാൾ രാത്രി ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിന് വരുന്നു. അവിടെ വെച്ച് നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് സുബഹി ജമാഅത്ത് കഴിയുന്നത് വരെ ഞാൻ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമെന്ന് മനസ്സിൽ കരുതിയാൽ അയാൾക്ക് ആ സമയം വരെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാം. വേറെ ഒരാൾ സുബഹിക്ക് വന്ന് നോമ്പ് തുറക്കുന്നത് വരെ, നോമ്പ് തുറന്ന് മഗ്രിബ് ജമാഅത്ത് വരെ ഞാൻ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കും എന്ന് മനസ്സിൽ കരുതി നിയ്യത്ത് വെച്ച് വന്നാൽ അവർക്ക് ആ സമയം വരെ അവിടെ ഇരിക്കാം. ശ്രദ്ധിക്കുക, അവനവൻ വിചാരിക്കുന്ന അവനവൻ്റെ സൗകര്യം പോലെ ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത് എന്ന് സ്വഹാബത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് അതുകൂടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ അവസാനത്തെ 10 ഇഅ്തികാഫിലേക്ക് പ്രവേശിക്കും. പെരുന്നാളോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അത് അവസാനിപ്പിച്ചു പോരുന്നത്. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാൻ മാസത്തിൽ ഇരിക്കാൻ കൂടിയില്ല. അതിന് ചില കാരണം ഉണ്ടായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഷവ്വാൽ പെരുന്നാൾ പിറന്നതിന് ശേഷം, പെരുന്നാൾ കഴിഞ്ഞ് അതിന് ശേഷം 20ഓളം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, റമളാനിൽ മാത്രമുള്ള ഒരു ആരാധനയല്ല ഇഅ്തികാഫ്. റമളാൻ അല്ലാത്ത കാലത്തും ഒരാൾക്ക് സൗകര്യമുള്ള സമയത്ത് ഏത് സമയത്തും അയാൾ മനസ്സിൽ കരുതി നിശ്ചയിച്ച് നിയ്യത്ത് വെച്ച് പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ തീരുമാനിക്കുന്ന സമയം അത്രയും അയാൾക്ക് ഇഅ്തികാഫ് ഇരിക്കാം. അതിന് കാലമില്ല, ദേശമില്ല, പള്ളി ആകണം എന്ന നിർബന്ധമുണ്ട്. അതിന് ഇന്ന സമയത്തേ പാടുള്ളൂ എന്നില്ല. ഉത്തമം, പരിപൂർണമായി, ഏറ്റവും ശ്രേഷ്ഠമായത് പരിപൂർണമായി ഒരു ദിവസം ഇരിക്കലാണ് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾക്ക് അറിയിച്ചു തരുന്നുണ്ട്. പണ്ഡിതന്മാർ അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഓരോരുത്തർക്കും ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണത്തിന് പുറത്തു പോകും, അല്ലെങ്കിൽ ഇന്നാലിന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പുറത്തു പോകും എന്ന് നിയ്യത്ത് വെച്ച് ഇരുന്നാൽ അവർക്ക് അപ്രകാരം ചെയ്യാം. ഇപ്പോൾ നോമ്പ് തുറക്കാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരലാണ് നല്ലത്. ഇല്ല, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിൽ അങ്ങനെ കരുതി ഇഅ്തികാഫ് ഇരിക്കാം. പുലർച്ചെ ഭക്ഷണത്തിന് ഞാൻ വീട്ടിൽ പോകും, വീട്ടിൽ നിന്ന് കൊണ്ടുവരലാണ് ഉത്തമം. അല്ല, ഇങ്ങനെയാണ് അയാൾ നിയ്യത്ത് വെക്കുന്നതെങ്കിൽ അയാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ പോകാം. ഇപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോകാൻ വേറെ ആളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതും അയാൾക്ക് ഒഴിവാക്കി പറഞ്ഞ് ഇഅ്തികാഫ് ഇരിക്കാം. ഏറ്റവും ശ്രേഷ്ഠം മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് പരിപൂർണമായി ഇഅ്തികാഫ് ഇരിക്കലാണ് അതിൻ്റെ സമ്പൂർണമായ കൂലി എന്നത് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം ഇവിടെ പറഞ്ഞത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് പുറത്തു പോകാം, മലമൂത്ര വിസർജനത്തിന് പുറത്തു പോകാം എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഇഅ്തികാഫിൽ പ്രവേശിച്ചിരുന്ന സമയം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅ്തകിഫ സ്വല്ലൽ ഫജ്റ സുമ്മ ദഖല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ചാൽ സുബഹി നമസ്കാരത്തിന് ശേഷമാണ് റസൂലുള്ളാഹി ഇഅ്തികാഫ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു നബിയുടെ പതിവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സമയങ്ങളിൽ പാടില്ല എന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് തന്നെ വേണമെന്നോ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഇഹ്റാം കെട്ടിയത് അസർ നമസ്കാരത്തിൻ്റെ പിറകെയായിരുന്നു.
എന്ന് വെച്ച് അസ്ർ നിസ്കാരത്തിന് ശേഷം തന്നെ അത് കെട്ടണമെന്ന് നിയമം റസൂലുള്ള പറയാത്തത് കൊണ്ട് ഇഅ്തികാഫ് ഇരിക്കുന്ന ആർക്ക് അവരവരുടെ സൗകര്യം പോലെ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ രാവോ പകലോ എന്ന് വ്യത്യാസമില്ല, നല്ല പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇഅ്തികാഫ് ഇരിക്കുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. സൗകര്യം പോലെ അവരവരുടെ സൗകര്യവും സാഹചര്യവും പോലെ ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പ്രത്യേക നിയമമൊന്നുമില്ല. അള്ളാഹുവിനെ ആരാധിച്ചും അവനോട് പ്രാർത്ഥിച്ചും ദിക്റുകൾ ചൊല്ലിയും അതുപോലെ സാധാരണഗതിയിൽ നമുക്കറിയാലോ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിലാണെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പള്ളിയിൽ വെച്ച് ഉള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അനുഷ്ഠിച്ചും ഒക്കെ ചെയ്യാൻ കൂടുതൽ കൂലി അധികരിക്കേണ്ട ആളുകൾ, കിട്ടേണ്ട ആളുകൾ കൂടുതൽ ഖുർആൻ പാരായണവും ദിക്റുമായി കഴിഞ്ഞുകൂടുക, നമ്മൾ തൗബ ചെയ്യാനുള്ള സമയം, ഇസ്തിഗ്ഫാറിനുള്ള സമയം, ഇങ്ങനെയൊക്കെ ഏത് കാര്യവും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന നല്ല ഒരവസരമായിട്ടാണ് ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് റമളാനിലെ അവസാനത്തെ 10 എന്നോ ആദ്യത്തെ 10 എന്നോ റമളാൻ മാസം എന്നോ റമളാൻ അല്ലാത്ത മാസം എന്നോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അല്ലാത്ത കാലത്തും ഇരുന്നത് നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.